18ാമത്തെ വയസ്സിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രേഡിങ്ങോ സ്റ്റോക്ക് മാർക്കറ്റോ ഒന്നും അത്ര ട്രെൻഡ് അല്ല. ഒരു കോവിഡിന് ശേഷമാണ് ഇതിങ്ങനെ ട്രെൻഡ് ആയിട്ട് വരുന്നത്. ഇപ്പൊ എല്ലാവരും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ചെറിയ ചെറിയ എമൗണ്ടുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ അദ്ദേഹം മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഹരിക്ക് ഇത്രയും എക്സ്പ്ലോഷർ കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗുരുവാണ്. ഹരി കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും? ആദ്യത്തെ കേസ് നമ്മുടെ എക്സ്പെക്ടേഷൻ വളരെ റിയലിസ്റ്റിക് ആക്കി വെക്കും. ഇപ്പോൾ ഒരാള് ഒരു ബിസിനസ്സിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ആൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ചിലപ്പോൾ ഒരു 15% 20% ആയിരിക്കും. ചില ആൾക്കാർക്ക് അറിയാം ബിസിനസിന്റെ ആദ്യത്തെ 1-2 വർഷം നമ്മൾ പൈസ ഉണ്ടാക്കാനേ പോകുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ ജനറലി ഒരാൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അവൻ ആദ്യത്തെ വർഷം തന്നെ പൈസ ഡബിളോ ട്രിപ്പിളോ ആക്കണം. അത് നടക്കുന്ന കാര്യമില്ല. അതാണ് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. പിന്നെ രണ്ടാമത് നമുക്ക് ചെറിയ എമൗണ്ട് വെച്ച് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ആ ഫ്ലക്ച്വേഷൻസുമായിട്ട് നമ്മൾ കംഫർട്ടബിൾ ആവും. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, ഒരു സാലറിഡ് എംപ്ലോയി ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഒരു 500 രൂപയോ 1000 രൂപയ്ക്കോ SIP ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 500 രൂപയ്ക്ക് ചെറിയൊരു എമൗണ്ട് 500 രൂപ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊരു പാറ്റേൺ ആവും, അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റായി മാറും. അപ്പോൾ നിങ്ങൾ അറിയാണ്ട് തന്നെ ഒരു വർഷം നിങ്ങൾ ചെറിയൊരു എമൗണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ഓഫ് ആവും. അപ്പോൾ ഈ 500 രൂപ കൊണ്ട് നമുക്ക് ആർക്കും കോടീശ്വരനാവാൻ പറ്റില്ല, വർഷങ്ങളെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ ജീവിക്കുമെന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഒരു ഹാബിറ്റ് ആദ്യം ബിൽഡ് ചെയ്യുക. അതിപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെ നമുക്കത് റെഗുലർ ആയിട്ട് പോകാനുള്ളൊരു മോട്ടിവേഷനും കൂടെയാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതേമാതിരി ആദ്യം തന്നെ നമുക്ക് 6 പാക്ക് ഉണ്ടാക്കണതിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആദ്യം നമുക്ക് കുറച്ച് ബേസിക് വർക്കൗട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതെ, അപ്പോൾ അതാണ് മാർക്കറ്റിന്റെ കേസിനകത്തും സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. ഇതുപോലെ SIPസും ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കംഫർട്ടബിൾ ആണ് അനുസരിച്ച് പിന്നെ പതുക്കെ ഡെറിവേറ്റീവ്സും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്യാം, ടൈം ഉണ്ടെങ്കിൽ.